പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഓൺലൈൻ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളെല്ലാം നമ്മെ വിട്ട് കടന്നുപോയപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി, കുടുംബമായി, സഭയായി വിവിധ രാജ്യങ്ങളിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പാട്ടിൻ്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടുന്നു. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. ഘോരവൈരിയിൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. ഘോരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ അജഗണം പോൽ തൻ ജനത്തെ നടത്തിയോരേ, ആഴിയതിൽ വീതിയൊരുക്കി മറുകരയണച്ചവനേ, കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീഥികളിൽ നീ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ആലോചനകളും തന്ന് ദൈവം നമ്മെ തുടർന്ന് നടത്തുമാറാകട്ടെ. ഒരു വാക്യം വായിച്ചതിന് ശേഷമായിട്ട് നമുക്ക് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിലപ്പെട്ട സത്യമുണ്ട്. ദൈവം തനിക്കുള്ള പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ പഴയ നിയമത്തിൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ മോശയെ ദൈവം തിരഞ്ഞെടുത്തു, നോഹയെ ദൈവം തിരഞ്ഞെടുത്തു, ദാവീദിനെ തിരഞ്ഞെടുത്തു. ചില പ്രിയപ്പെട്ടവരുടെ പ്രത്യേക പേരുകൾ പറഞ്ഞ് അവരെ തിരഞ്ഞെടുത്തതായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പിമ്പിൽ വലിയ ഉദ്ദേശമുള്ളതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെയും കാണുവാൻ സാധിക്കുന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലും അനേക പ്രിയപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ പിമ്പിൽ വലിയ പർപ്പസുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതാനും ചില മാസങ്ങളോ വർഷങ്ങളോ മാത്രം ഫലം കായ്ക്കുകയല്ല, നിങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ഫലകരമായി നിവർത്തിക്കുവാനും എപ്പോഴും ഫലം കായ്ക്കുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിലനിൽക്കുന്ന ഒരു ഫലം നമ്മിൽ നിന്നും എപ്പോഴും പുറപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തി, അങ്ങനെ ഫലം കായ്ക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ഫലം കായ്ച്ചുകൊണ്ട് നമ്മളെ ദൈവം ആക്കി വച്ചിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക്
തരുവാനായിട്ട് തന്നെ. അപ്പോൾ ഫലം കായ്ച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്നേഹം, ഒന്നാമത്തെ പദം സ്നേഹമാണ്. എല്ലാം വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ദീർഘസമയം പ്രസംഗിക്കുവാനുള്ള സമയം എടുക്കുന്നില്ല. നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് സ്നേഹത്തിനാണ്. സ്നേഹം, സന്തോഷം, ദയ, പരോപകാരം, വിശ്വസ്തത, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായിട്ട് കർത്താവിൻ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനകളുടെ മറുപടി നമ്മുടെ കൺമുമ്പിൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾക്കായിട്ട് സ്തോത്രം. കാലാകാലങ്ങളിലായ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വിശ്വസ്തയോടായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനെ, വിശ്വസ്തനെ വിളികൾപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വ്യക്തിപരമായി സമർപ്പിക്കുന്നു. ഈ ഓൺലൈൻ മീഡിയയിൽ കൂടെ അതിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ഈ വചനം കേൾക്കുന്നവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ വചനമയച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധങ്ങളായ വിഷയങ്ങളുമൊത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ കൂടി കർത്താവ് അത്ഭുതകരമായി വഴി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.